ഹോസ്പിറ്റലിലെ ഡോക്ടർ അഭിയേട്ടൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു. പോലീസും കേസും പുലിവാലുമൊക്കെ ആകുമെന്ന് കരുതി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല. പാറു പറഞ്ഞു നിർത്തി. പിന്നെ ഇവൾക്ക് ആരെയും ഓർമ്മയുമില്ലായിരുന്നു. ഹോസ്പിറ്റൽ ദിനങ്ങൾ കടന്നുപോയതും ഇവൾ എനിക്ക് ആരൊക്കെയോ ആയിത്തീർന്നു. പിന്നെ ഒരു താലിയും കെട്ടി ഇവളെ ഞാൻ എൻ്റെ കൂടെ നിർത്തി. പയ്യെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലറിയിച്ചു. അമ്മയ്ക്കും അച്ഛനും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവളെ ഇഷ്ടപ്പെട്ടു. പിന്നെ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി നിയമപരമായി ഇവളെ ഞാൻ ഭാര്യയെ സ്വീകരിച്ചു. പാറുവിനെ തൻ്റെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അഭിനന്ദ് പറഞ്ഞു. ഒരു കഥ കേൾക്കുന്ന പോലെ എല്ലാവരും കേട്ടു നിന്നു. അന്ന് എൻ്റെ ജീവിതത്തിനൊപ്പം നിൻ്റെയും ലൈഫ് മാറി മറിഞ്ഞു അല്ലേ? എന്തായാലും അഭിയേട്ടൻ പാവമാണെന്നാണ് തോന്നുന്നത്. കല്ലു ആകാശിനെ നോക്കി പറഞ്ഞു. ഡീപ്. അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് വിളിച്ചു. അവൾ അതിന് മറുപടിയായി അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാട്ടി. പിന്നെ എല്ലാവരും പരസ്പരം സംസാരിച്ചു നിന്നു. കല്യാണി പെട്ടെന്ന് തന്നെ അഭിനന്ദുമായിട്ട് കൂട്ടായി. അഭിനന്ദ് അവൾക്ക് സ്വന്തം ചേട്ടനും അവനൊരു അനിയത്തിക്കുട്ടിയായി അവളും മാറി. അഭിയേട്ടൻ പാറുവിൻ്റെ വീട്ടിൽ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ? കല്ലു തിരക്കി. അത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അച്ഛനും വന്നിട്ടുണ്ടാവും. അമ്മ എന്തായാലും അച്ഛനോട് സൂചിപ്പിക്കാതെ ഇരിക്കില്ല. പാറുവാണ് മറുപടി നൽകിയത്. എന്നാൽ നമുക്ക് അഭിയേട്ടനുമായിട്ട് അങ്ങോട്ട് പോയാലോ? കല്ലു ചോദിച്ചു. പെങ്ങളെ, ഇത്ര പെട്ടെന്ന് വേണോ ആ കൂടിക്കാഴ്ച? അഭിനന്ദ് ഒരു പ്രത്യേക താളത്തിൽ കല്ലുവിനോട് തിരക്കി. വേണമല്ലോ, ഇനി എന്തിനെ വെച്ച് താമസിപ്പിക്കുന്നത്? കല്ലു അതേ താളത്തിൽ തിരിച്ചു പറഞ്ഞു. എനിക്കില്ലാത്ത ധൃതിയാണല്ലോ നിനക്ക്? അവളെ നോക്കിക്കൊണ്ട് പാറു ആരാഞ്ഞു. അതെ, എൻ്റെ ചേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് അല്പം ധൃതി കൂടുതൽ തന്നെയാണ്. അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടി പൊക്കോളാം, പാറു അഭിനന്ദിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതാണ് ശരി, അവർ രണ്ടുപേരും കൂടി കാര്യം അവതരിപ്പിക്കട്ടെ, കീർത്തി ഇടയിൽ കയറി പറഞ്ഞു. അവളോടാരാ ഇപ്പം ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചത്? കല്ലു ആത്മകഥം നടത്തി. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം പാറുവും അഭിനന്ദും കൂടി അവളുടെ വീട്ടിലേക്ക് പോയി. അവർക്ക് പിന്നാലെ സ്നേഹയും അവിടെ നിന്ന് ഇറങ്ങി. അഞ്ജു ചേച്ചിയമ്മയുടെ കൂടെ റൂമിലേക്ക് പോയി. ചേച്ചിയമ്മയുടെ മടിയിൽ ഞാൻ കിടന്നിട്ട് എത്ര ദിവസമായി? ഇനി മോൾക്ക് എന്നും ചേച്ചിയമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങാലോ. ഇനി 2 ദിവസം കൂടി ഞാനിവിടെ ഉണ്ടാകൂ, അഞ്ജു സങ്കടത്തോടെ പറഞ്ഞു. മോള് 2 ദിവസം കഴിഞ്ഞ് എവിടെ പോകുന്നു? ഞാൻ തിരിച്ച് ബോർഡിങ്ങിലേക്ക് പോകുക. എനിക്ക് ക്ലാസ് തുടങ്ങാറായി. അഞ്ജുമോൾ പോകുന്നു എന്ന് കേട്ടപ്പോൾ കല്യാണിയുടെ മിഴികൾ ഈറനണിഞ്ഞു. അവൾ കവിളിത്തടങ്ങൾ മാറി മാറി മതിയാവോളം മുത്തം നൽകി. ഇതേ സമയം താഴെ കീർത്തിയും ആകാശം മാത്രമേ ഉള്ളൂ. ഏട്ടാ, ഞാൻ ഇനി ഈ മുറപ്പെണ്ണിൻ്റെ വേഷം അഴിച്ചു വെക്കാൻ നേരമായില്ലേ? നമ്മുടെ ഈ ഡ്രാമ ഇനി അധികം നീട്ടിക്കൊണ്ടുപോയാൽ എൻ്റെ നാത്തൂൻ എന്നെ വല്ല വിഷവും തന്നു കൊല്ലും. അതിന് സാധ്യതയില്ലാതെയില്ല. എന്നോടുള്ള അവളുടെ പ്രണയമാണ് നിന്നോടുള്ള അവളുടെ ശത്രുത. ഒന്ന് അമർത്തി മൂളിയതിന് ശേഷം അവൾ റൂമിലേക്ക് പോയി. ആകാശാനെ റൂമിലേക്ക് കണ്ടില്ലല്ലോ. ആ കീർത്തിയുമായി സംസാരിച്ച് നിൽക്കുമായിരിക്കും. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കല്യാണി മനസ്സിൽ പറഞ്ഞു. എൻ്റെ ഭാര്യ എന്താണിരുന്ന് പിറുപിറുക്കുന്നത്? ആ ചോദ്യം കേട്ട് തലചരിച്ച് നോക്കുമ്പോഴാണ് മുൻപിൽ നിൽക്കുന്ന ആകാശിനെ അവൾ കണ്ടത്. എൻ്റെ കെട്ടിയോ ഇതെപ്പോൾ വന്നു? മനസ്സിൽ ഓർത്തതേ ഉള്ളൂ, അപ്പോഴേക്ക് മുമ്പിൽ നിൽക്കുന്നു. കല്ലു ആത്മഗമിച്ചു. നീ പിറുപിറുത്തുകൊണ്ടിരിക്കാതെ ഉറക്കെ പറ, ഞാനും കേൾക്കട്ടെ, വീണ്ടും ആകാശ് പറഞ്ഞു. ആ കീർത്തി വന്നിട്ട് എത്ര ദിവസമായി? അവൾ വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ? അവളെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നിനക്കെന്താ എത്ര തിടുക്കം? അവളെ ഇവിടെ ഇങ്ങനെ നിർത്തുന്നത് ശരിയല്ല. കല്യാണം കഴിയാത്ത പെൺകുട്ടിയല്ലേ, ആൾക്കാർ പലതും പറഞ്ഞുണ്ടാകും. ആകാശൻ അവളുടെ മുറച്ചെറുക്കനല്ലേ? അവൾ നാളെ പോകുമെന്നാ പറഞ്ഞത്. ഓ, സമാധാനമായി, അവൾ മനസ്സിൽ പറഞ്ഞു. ആകാശ് അവളുടെ മുഖത്ത് വിരിഞ്ഞ സന്തോഷം ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. ഇതേ സമയം അഭിനന്ദും പാറുവും വീട്ടിലെത്തി. രണ്ടുപേരുടെയും ഹൃദയമെടുപ്പ് ഉച്ചസ്ഥായിയിൽ മിടിക്കാൻ തുടങ്ങി. രണ്ടുപേരും കൂടി അകത്തേക്ക് കയറിയതും ഹാളിൽ തന്നെ അച്ഛനും അമ്മയും ഇരിപ്പുണ്ടായിരുന്നു. പാറുവിൻ്റെ അച്ഛൻ്റെ ഗൗരവമാർന്ന മുഖം അവൻ്റെ ടെൻഷൻ ഒന്നുകൂടി കൂട്ടി. അച്ഛാ. അച്ഛനെ കണ്ടതും പാറു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം മകളെ കണ്ടതും ആ അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ മിഴികൾ അഭിനന്ദിനെ കണ്ടു. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന അവനെ നോക്കി അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ പ്രതിഫലനം എന്ന പോലെ അഭിനന്ദിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. കല്യാണ മണ്ഡപം മുതൽ ഇതുവരെയും സംഭവിച്ച സംഭവ വികാസങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ പാറു അവളുടെ അച്ഛനും അമ്മയ്ക്കും വിവരിച്ചു കൊടുത്തു. മോൻ എന്തിനാ പേടിക്കുന്നത്? എൻ്റെ മോളെ വഴിമധ്യയിൽ ഉപേക്ഷിച്ച് കളഞ്ഞില്ലല്ലോ. അവൾക്കൊരു നല്ല ദാമ്പത്യ ജീവിതവും സമ്മാനിച്ചില്ലേ? അഭിനന്ദിൻ്റെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് അദ്ദേഹം അവനെ നോക്കി പറഞ്ഞു.
അഭിനന്ദിനെ ചേർത്ത് നിർത്തി അദ്ദേഹം സംസാരിച്ചു. അവൻ പോലും അറിയാതെ അവൻ്റെ മിഴികൾ ആ സ്നേഹത്തിന് മുന്നിൽ പെയ്തിറങ്ങി. ഇതേ സമയം ശ്രീകാന്തിന്റെ വീട്ടിൽ കല്ലുവും ആകാശും തിരിച്ചെത്തിയതറിഞ്ഞ് അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പുറത്ത് നിരത്തി വെച്ചിരുന്ന പൂച്ചട്ടികൾ ദേഷ്യത്തിനെറിഞ്ഞു പൊട്ടിച്ചു. കൊടും വനത്തിൽ അകപ്പെട്ടിട്ടും അവളും ആ പോലീസ് ഓഫീസറും രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. മോനെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. നമുക്ക് മുന്നിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും. പല വഴികളും ഉണ്ട്. അവൻ്റെ ആയുസ് കാട്ടിൽ കിടന്ന് നരകിച്ച് ചാക്കാനുള്ളതല്ല, വേദന അറിഞ്ഞു തന്നെ തീരാനുള്ളതാണ്, ശ്രീകാന്തിൻ്റെ അച്ഛൻ അവനോട് പറഞ്ഞു. അവൻ്റെ ജീവൻ എൻ്റെ വാൾമുനയിൽ പിടഞ്ഞു തന്നെ തീരും, അധികം വൈകാതെ, ശ്രീകാന്ത് ഉറച്ച മനസ്സോടുകൂടി പറഞ്ഞു. ആകാശിനെ ഇല്ലാതാക്കാൻ പ്ലാൻ എ പാളിയെങ്കിലും പൂർവാധികം ശക്തിയോടുകൂടി പ്ലാൻ ബിയിലേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ ആകാശും കല്യാണിയും മുന്നോട്ട് നീങ്ങി. അവർക്ക് നേരെ വന്ന ഗുണ്ടകളുടെ ഉദ്ദേശം അറിയാനായി അവൻ വ്യക്തിഗതമായ ഒരു അന്വേഷണം തുടങ്ങി. അഞ്ജു 2 ദിവസം കഴിഞ്ഞ് ബോർഡിങ്ങിലേക്ക് പോകുന്നത് കൊണ്ട് കല്ലു ഹോസ്പിറ്റലിൽ നിന്നും ലീവ് എടുത്തു. മോൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്തും പുറത്ത് കറങ്ങാൻ പോയും അവൾ സമയം ചിലവിട്ടു. അഞ്ജു, നാളെയും കൂടെ കഴിഞ്ഞ് നീ പോകുക അല്ലേ? നമുക്ക് നാളെ ഷോപ്പിങ്ങിന് പോകണം, പിന്നെ ഫുൾ ടൈം കറങ്ങണം. ചേച്ചിയമ്മേ, കീർത്തി ചേച്ചിയുടെ ഒറ്റയ്ക്കല്ലേ? നമ്മൾ ഫുൾ ടൈം പുറത്ത് കറങ്ങി നടന്നാൽ ചേച്ചി അവിടെ നിന്ന് ബോറടിക്കില്ലേ? അഞ്ജു തിരക്കി. അവൾക്ക് ബോറടി തോന്നണമല്ലോ, എന്നാലല്ലേ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകൂ, കല്യാണി മനസ്സിൽ പറഞ്ഞു. നാളെ ഒരു ദിവസമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല. നാളെ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? കല്യാണിയുടെയും അഞ്ജുവിൻ്റെയും സംസാരം കേട്ടുകൊണ്ട് വന്ന കീർത്തി ചോദിച്ചു. ഞങ്ങൾ നാളെ ഒന്ന് പുറത്തു പോകുന്ന കാര്യം പറഞ്ഞതാ, ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് കല്ലു പറഞ്ഞു. ഇന്നലെയും പുറത്തു തന്നെയായിരുന്നല്ലോ. പിന്നെ ഞാനും നാളെ ഇവിടെ കാണില്ല, അത് പറയാനാണ് വന്നത്. ഇവൾ മടങ്ങിപ്പോകുവാണോ? കല്യാണി ആത്മഗമിച്ചു. ഞാൻ നാളെ മടങ്ങിപ്പോകുകയൊന്നുമല്ല. അഞ്ച് ബോർഡിങ്ങിലേക്ക് പോകുന്ന ദിവസം തന്നെ ഞാനും ഇറങ്ങും. ആത്മകഥം കുറച്ച് ഉച്ചത്തിലായി പോയല്ലോ. കീർത്തിയുടെ മറുപടി കേട്ട് തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ട് അവൾ സ്വയം പറഞ്ഞു. നീ നാളെ പിന്നെ എങ്ങോട്ട് പോകുന്നു? നാളെ ഒരു ചെറിയ ഷോപ്പിങ്ങിന്. ആകാശേട്ടനും കൂടെ ഉണ്ടാവും. എനിക്ക് വേണ്ടി നാളെ ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം നീ നാളെ ഷോപ്പിങ്ങിന് പോകില്ല. താൻ എന്താ ഇത്ര ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അതും പറഞ്ഞ് അഞ്ജുവിനെയും വിളിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് പോയി. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ഭാര്യയായിട്ട് ഞാൻ മാത്രമേ കാണൂ. ആ സ്ഥാനം നീ മോഹിക്കത്തേ ഉള്ളൂ. ഒരിക്കലും സഫലമാകാത്ത മോഹം. അവൾ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ആത്മഗമിച്ചു. വൈകുന്നേരമായതും ആകാശ് ഡ്യൂട്ടി കഴിഞ്ഞെത്തി. റൂമിൽ അഞ്ജുവിനൊപ്പം ഇരുന്ന് ഓരോന്ന് സംസാരിച്ചു കളിച്ചും ചിരിച്ചും രസിച്ചും ഇരിക്കുകയായിരുന്നു കല്യാണി. ആകാശ് റൂമിലേക്ക് വന്നിട്ടും അവൾ അവനെ ഒന്ന് ശ്രദ്ധിച്ചത് പോലുമില്ല. തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ എന്തോ കാര്യമുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്നും അവൻ വായിച്ചെടുത്തു. അഞ്ജുവിനെ തന്ത്രപൂർവ്വം അവിടെ നിന്നും കീർത്തിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. അതിനു പിറകെ തന്നെ കല്യാണി റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങാനായി എഴുന്നേറ്റു. എൻ്റെ ഭാര്യ പോകുവാണോ? എന്താണോ കടന്നിൽ കുത്തിയതുപോലെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? പുറത്തേക്ക് പോകാനായി ഇറങ്ങി അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ ആകാശേട്ടൻ്റെ ഭാര്യയാണെന്നുള്ള ബോധമുണ്ടോ? അവൾ തലചരിച്ച് അവനെക്കുറിച്ച് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് തിരക്കി. അതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഭാര്യയായും പ്രണയിനിയായും എനിക്ക് നീയല്ലേ ഉള്ളൂ. ഇത് വാക്കിൽ മാത്രമേ ഉള്ളൂ സ്നേഹം, പ്രവൃത്തിയിലൊന്നും കാണാനില്ലല്ലോ. താൻ എന്താടോ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നടിച്ചു പറ. ആകാശേട്ടൻ്റെ മുറപ്പെണ്ണല്ലേ കീർത്തി? അവളുടെ ഒപ്പം എന്തിനാ നാളെ ഷോപ്പിങ്ങിന് പോകുന്നത്? ഓ, അപ്പോൾ അതാണ് കാര്യം, അവൻ മനസ്സിൽ പറഞ്ഞു. അവൾക്ക് പോകുന്നതിന് മുൻപ് ഷോപ്പിംഗ് മാൾ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. നീ അഞ്ചുമളുമായിട്ട് കറക്കമല്ലേ, അതുകൊണ്ട് ഞാൻ നാളെ കൂട്ടിയെല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം അവൾക്കിപ്പോൾ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. അഞ്ചുമൾക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ പോകാം. ഇനി നീ ഒന്ന് ചിരിക്ക്. അന്നേരം അവരുടെ റൂമിലേക്ക് കീർത്തി കയറി വന്നു. അവളെ കണ്ടതും കല്ലുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൾക്കൊരു മാനേഴ്സ് ഇല്ലേ? പുറത്ത് വാതിൽ കൊട്ടി വിളിച്ചിട്ട് വേണ്ടേ അകത്തേക്ക് വരാൻ? കല്ലു ആത്മഗമിച്ചു. കീർത്തി അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കീർത്തി, ആകാശന്റെ ഭാര്യ ഞാനാണ്. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. കീർത്തിയുടെ മുഖത്ത് നോക്കി കടുപ്പത്തിൽ തന്നെ അവൾ പറഞ്ഞു.
ഇങ്ങനെ പോയാൽ ഒരു നാത്തൂൻ പോരുന്ന സാധ്യതയുണ്ട്, അവൻ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ചായ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്ത് അവൻ കീർത്തിയുടെ കയ്യിൽ കൊടുത്തു. അവൾ ആകാശിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഗ്ലാസുമായി റൂമിൽ നിന്നും ഇറങ്ങി. എൻ്റെ കെട്ടിയവന് അവളുടെ ചായ ഒരുപാട് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഒറ്റ വലിക്കല്ലേ കുടിച്ചു തീർത്തത്. നീ എഴുതാപ്പുറം വായിക്കണ്ട. അവൾ ഇവിടെ നിന്നാൽ നീ പിന്നെയും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ചായ ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു തീർത്തത്. അവൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആകാനായി ബാത്റൂമിലേക്ക് കയറി. ഇല്ലെങ്കിൽ പിന്നെയും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എന്നവന് തോന്നി. അന്നേരം അഞ്ചുമോള് ചേച്ചിയമ്മയുടെ അരികിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അവളുമായി ഓരോന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ സ്ക്രീനിലേക്ക് നോക്കി. സ്നേഹയാണല്ലോ. അവൾ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് നോക്കി സ്വയം പറഞ്ഞു. ഹലോ കല്ലു, ഇന്ന് കറക്കമൊക്കെ കഴിഞ്ഞ് എപ്പോൾ വീട്ടിലെത്തി? കല്ലു കോൾ അറ്റൻഡ് ചെയ്തതും മറുതലക്കിൽ നിന്ന് സ്നേഹ തിരക്കി. അത് നേരത്തും കാലത്തും എത്തി. അഞ്ചുമോൾ നാളെയും കൂടി ഇവിടെ കാണും. ഇനി അതും പറഞ്ഞ് ഇനി സെൻറ്റി അടിക്കണ്ട. ഡി, മറ്റന്നാൾ എൻ്റെ മുഖ്യ ശത്രു പോകുക. ആര്? ഒന്നും മനസ്സിലാവാതെ സ്നേഹ ചോദിച്ചു. ആ കീർത്തി, എൻ്റെ കെട്ടിയവനെ തട്ടിയെടുക്കാമെന്ന മറപ്പെണ്ണ്. അവൾ പോകുന്ന കാര്യമായിരുന്നോ? നിന്റെ അല്ലല്ലോ ശത്രു, എൻ്റെ അല്ലേ. അതുകൊണ്ട് നിനക്കൊന്നൊക്കെ നിസ്സാരമായിട്ട് തോന്നും. അങ്ങനെ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവർ ഒരുപാട് നേരം ആ കോളിൽ മുഴുങ്ങി. പിന്നെ രാത്രിയിലെ അത്താഴം എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഷോപ്പിംഗ് മാളിലേക്ക് പോകാനായി എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ഒരുക്കം കഴിഞ്ഞ് എല്ലാവരും കാറിലേക്ക് കയറി. നമ്പർ 1 ഷോപ്പിംഗ് മാളായ ടോപ്പ് 10ലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആകാശ് കാർ പായിച്ചു വിട്ടു. അഞ്ജുവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആകാശ് പറഞ്ഞു. അഞ്ജുവിനെ നോക്കിക്കൊണ്ട് കല്ലു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സമ്മതിച്ചു. കീർത്തിയും ആകാശും ടോപ്പ് സെക്ഷനിലേക്ക് പോയി. ചേട്ടായിയുടെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ പുറമ്പോക്കായോ? നാത്തുവിൻ്റെ ഭർത്താവാകുന്നതിന് മുൻപ് എൻ്റെ ചേട്ടനാണ്. അതെനിക്കറിയാലോ. ഒരു താലി കെട്ടിയെന്ന് കരുതി എൻ്റെ അനിയത്തിക്കുട്ടി ഞാൻ ഒഴിവാക്കുമോ? കീർത്തിക്ക് ടോപ്പ് സെലക്ട് ചെയ്തത് ആകാശാണ്. ഒരു ചുവപ്പ് നിറത്തിലെ ടോപ്പാണ് സെലക്ട് ചെയ്തത്. കീർത്തി കല്യാണിക്ക് കൂടി ഒരു മെറൂൺ നിറത്തിലെ ടോപ്പ് എടുത്തു. ഈ ടോപ്പ് ചേട്ടൻ സെലക്ട് ചെയ്താന്ന് പറഞ്ഞാൽ അത് കൊടുത്താൽ മതി. ഞാൻ കൊടുത്താൽ വാങ്ങില്ല. കീർത്തി കല്യാണിക്കെടുത്ത ടോപ്പ് അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവർ എന്താ ഇത്രയും വൈകുന്നത്? ടോപ്പ് വാങ്ങാനല്ലേ പോയത്, കട വാങ്ങാനല്ലല്ലോ. അവരെ കാണാതെ ഇരുന്നതും കല്യാണി തൻ്റെ മനസ്സിൽ ആരാഞ്ഞു. പറഞ്ഞു തീർന്നതും രണ്ടുപേരും അവളുടെ കൺമുന്നിലെത്തി. നമുക്ക് ബില്ലടയ്ക്കണ്ടേ? അവനെ കണ്ടതും അവൾ തിരക്കി. അതൊക്കെ അടച്ചു. നമുക്കൊരു കൂൾ ബാറിൽ കയറി ഫ്രഷ് ജ്യൂസ് കുടിക്കാം. അതും പറഞ്ഞ് അവൻ അടുത്തുള്ള കൂൾ ബാറിലേക്ക് പോയി. എല്ലാവർക്കും ഓരോ ഷാർജ ഷേക്ക് ഓർഡർ ചെയ്തു. അങ്ങനെ ക്ഷീണമെല്ലാം അകറ്റി തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീട്ടിലെത്തിയതും സമയം 2 മണി. പിന്നെ രാമേട്ടൻ്റെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച് എല്ലാവരും അവരവരുടെ റൂമുകളിലേക്ക് പോയി. യാത്ര കഴിഞ്ഞു വന്നതുകൊണ്ട് കണ്ണു മാടാൻ തുടങ്ങിയതും ആകാശും കല്ലുവും അഞ്ചുമോളും ഉച്ചമയക്കത്തിലേക്ക് വീണു. പക്ഷേ കീർത്തി ഉറങ്ങിയില്ല. കിടക്കാനായി പോകുമ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. അമ്മ. അവൾ സ്ക്രീനിലേക്ക് നോക്കി പേര് വായിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. മോളെ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ മരുമോൾ സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ അമ്മയുടെ മരുമോൾക്ക് പരമസുഖമല്ലേ? അതെന്താടി അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല അമ്മേ, ഞാൻ പിന്നെ നാളെ ഉച്ചയോടടുത്ത് അവിടെ ഉണ്ടാകും. നീ മാത്രമേ വരുന്നുള്ളൂ? അമ്മയുടെ മോനും മരുമകളും കൂടി ഒരുമിച്ച് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നും സംസാരിച്ചിരുന്ന് കോള് കട്ടായതും കീർത്തിയുടെ ഉറക്കമൊക്കെ പോയി. പിന്നെ അവൾ ഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്ന് സമയം കളഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും ഉച്ചമയക്കത്തിലായിരുന്ന എല്ലാവരും എഴുന്നേറ്റു. അമ്മ വിളിച്ചതും പറഞ്ഞതുമെല്ലാം കീർത്തി ആകാശിനോട് പറഞ്ഞു. കല്ലു അടുക്കളയിലേക്ക് പോയ തക്കം നോക്കിയാണ് അവളത് പറഞ്ഞത്. പിന്നെ സമയം പെട്ടെന്നാണ് കടന്നുപോയത്. നോക്കിയിരിക്കുമ്പോൾ സമയം ആമയെപ്പോലെ ഇഴഞ്ഞും അല്ലാത്തപ്പോൾ മുയലിനെ പോലെ വേഗത്തിൽ ചാടിയുമാണല്ലോ പോകുന്നത്. രാത്രിയിലെ അത്താഴവും കഴിഞ്ഞു വന്ന് കല്യാണി അഞ്ജുവിൻ്റെ ഡ്രസ്സും ബുക്സും എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. കീർത്തിയും ഡ്രസ്സ് പാക്ക് ചെയ്യുകയായിരുന്നു. കല്ലു അഞ്ജുവിനെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നുറങ്ങി. അവളുടെ നെറ്റിയിൽ മുത്തവും ഇട്ടു. അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും ഉണർന്നത്. രാവിലെ തന്നെ ബോർഡിങ്ങിലേക്ക് യാത്ര തിരിക്കേണ്ടതുള്ളത് കൊണ്ട് അലാറം നേരത്തെ സെറ്റ് ചെയ്തു വെച്ചു. പിന്നെ രാവിലെ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അഞ്ജുവിനോട് യാത്ര പറഞ്ഞ് കീർത്തി തൻ്റെ നാട്ടിലേക്ക് മടങ്ങി. അതേസമയം തന്നെ അഞ്ജുവിനെയും കൂട്ടി കല്യാണിയും ആകാശും ബോർഡിങ്ങിലേക്കും യാത്ര തിരിച്ചു. 2-2.5 മണിക്കൂറുകൾക്ക് ശേഷം അവർ ബോർഡിങ്ങിലെത്തി.
ചേച്ചിയമ്മയെ പിരിഞ്ഞു നിൽക്കാൻ അഞ്ചുമോൾക്കും മോളെ പിരിഞ്ഞു നിൽക്കാൻ കല്യാണിക്കും കഴിയില്ലായിരുന്നു. ഇരുവരുടെയും മിഴികൾ നിറഞ്ഞു തുളുമ്പി. ചേച്ചിയമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ ഒരുപാട് നേരം നിന്നു. അവളുടെ കവിൾത്തടങ്ങളിൽ കല്ലു മാറി മാറി ചുംബിച്ചു. മോള് നന്നായി പഠിക്കണം കേട്ടോ. ചേച്ചിയമ്മ ഇടയ്ക്കിടയ്ക്ക് മോളെ കാണാൻ വരാം. ഒരുവിധം കണ്ണീർ അടക്കി നിർത്തിക്കൊണ്ട് കല്ലു പറഞ്ഞു. അവൾ സമ്മതഭാവത്തിൽ ഒന്ന് തലയാട്ടി കാണിച്ചതിന് ശേഷം അവരിൽ നിന്നും നടന്നകന്നു. തിരിച്ച് കാറിലേക്ക് കയറിയതും അണപൊട്ടി ഒഴുകുന്ന ഡാം പോലെ അവളുടെ കണ്ണുനീര് പെയ്തിറങ്ങി. ഇതേസമയം കീർത്തി തൻ്റെ നാട്ടിലെത്തിച്ചേർന്നു. രാവിലെ എഴുന്നേറ്റതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാൻ നിൽക്കാതെ അവൾ നേരെ ബെഡിലേക്ക് വീണു. തിരികെ ക്വാർട്ടേഴ്സിലേക്കല്ല പോകുന്നതെന്ന് വഴി മാറിയതും കല്യാണിക്ക് പിടികിട്ടി. നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? അത് ചെന്നിട്ട് പറയാം. അതും പറഞ്ഞ് അവൻ ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു.